ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ BK's ഫെർട്ടിലിറ്റി ക്ലിനിക് ചേറ്റുപുഴ തൃശ്ശൂരിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് വന്ധ്യതയും നിങ്ങളുടെ കോൺടാക്റ്റിംഗ് സെക്ഷൽ പ്രോബ്ലംസിനും വല്ല കണക്ഷൻ ഉണ്ടാവും. ബന്ധപ്പെടാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും വല്ല കണക്ഷൻ ഉണ്ടാവും. ഇതിനെപ്പറ്റി നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇതിനു മുമ്പും ചില വീഡിയോസിനെ പറ്റി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കുറച്ച് വിവരങ്ങൾ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പ്രഗ്നൻസി ഉണ്ടാവുന്നില്ലേ എന്നൊരു ചോദ്യത്തിന് ഉത്തരം അതെ, പ്രശ്നമാണ്. തീർച്ചയായിട്ടും ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഒരു ലക്ഷണമാണ്. ഇപ്പൊ എനിക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊണ്ട വേദന എടുക്കും. അപ്പൊ ഈ വേദന ഒരു ലക്ഷണമാണ്. അപ്പൊ ആ ലക്ഷണം കണ്ട് ഞാൻ ഉള്ളിലത്തെ ഇൻഫെക്ഷനെ മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ട് ഇനിയും കൂടാനും സാധ്യതയുണ്ട്. അപ്പോ ഇവിടെ ഞാൻ കാണുന്നത് ഏകദേശം ഒരു 80 അല്ലെങ്കിൽ 85% ആണുങ്ങളുടെ അടുത്ത് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടോ, ഭാര്യയും ഭർത്താവും രണ്ടുപേരടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരം ഒരു കുഴപ്പമില്ല, നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെ കാര്യം നടക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിക്കും നടക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുക. പക്ഷെ ഒരു കോണ്ടാക്ട് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്, ഞാൻ എന്താണ് ഈ കോണ്ടാക്ടിനെ പറ്റി ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ കൂടുതലും പ്രശ്നം ആണുങ്ങളുടെ ശരീരത്തിലാണ് വരുന്നത്. ലിംഗത്തിന്റെ പ്രവർത്തനം ശരിക്കും നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ കൂടെ കടക്കുന്ന ശുക്ലം പെർഫെക്റ്റ് ആണ്. ശുക്ലം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം അതിന്റെ അർത്ഥം ബീജങ്ങൾ ശരിയാണ്, ബീജങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ സ്ത്രീകളുടെ കാര്യത്തിൽ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ശുക്ലത്തെ പറ്റി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശുക്ലം ഒരു ശരീരത്തിൽ നിന്ന് കടന്ന് മറ്റേ ശരീരത്തിലേക്ക് കയറുകയാണ്. അതിന്റെ അർത്ഥം അതിന് കൂടുതൽ കാലാവസ്ഥ മാറ്റങ്ങളും ഒരു ശരീരത്തിലെ വ്യത്യാസങ്ങളും ഇത് മറ്റേ ശരീരത്തിലെ വേറൊരു കാലാവസ്ഥയിലേക്ക് എത്തുന്ന വ്യത്യാസങ്ങളും എല്ലാം എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ബീജങ്ങളെ നശിപ്പിക്കുന്ന സാധനങ്ങൾ കൂടുതലുണ്ട്. പിന്നെ ആണുങ്ങളുടെ ശരീരത്തിൽ എന്നുവെച്ചാൽ മൂത്രസഞ്ചിയിലെ ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ അങ്ങനത്തെ പ്രോബ്ലം അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി സ്ഥലത്തുള്ള എക്സ്പോഷർ, ചിലപ്പോൾ സ്മോക്കിംഗ് അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഭയങ്കര ചൂടത്ത് ജോലി ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് തീർച്ചയായിട്ടും ബീജങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ ശുക്ലത്തിനെ ഉണ്ടാക്കുന്ന ചുറ്റുവട്ടത്തുള്ള ഗ്രന്ഥികളുടെ ആരോഗ്യത്തിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബീജങ്ങളുടെ ആരോഗ്യം കുറഞ്ഞോളും. അപ്പൊ ബീജങ്ങളുടെ ആരോഗ്യം കുറയുന്നത് ഇപ്പൊ ഡോക്ടർ ഞാൻ സെമൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും പറയുന്ന ഇതാണ്. സെമൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അവിടുത്തെ ലാബ് റിപ്പോർട്ട് നല്ല കൗണ്ടും നല്ല അനക്കവും എല്ലാം മോർഫോളജി എക്സലന്റ് ആണ്, നല്ല ആരോഗ്യമുള്ള ബീജങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പ്രഗ്നൻസി ആവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു ലാബ് റിപ്പോർട്ടിനെ മാത്രം നമുക്ക് കണ്ണടച്ച് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതൊരു മനുഷ്യന് എഴുതിയ റിപ്പോർട്ടാണ്, തെറ്റാ. ഏത് ലാബിൽ വേണമെങ്കിലും തെറ്റാ. അതിപ്പോ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് കാസാന്ന് പറയും, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് സെമൻ അനാലിസിസ് അതുകൊണ്ട്. പക്ഷെ അതിലും ചിലപ്പോൾ തെറ്റാം, ഒരു കമ്പ്യൂട്ടർ തരുന്ന റിപ്പോർട്ടാണ്. പക്ഷെ ഞാൻ കൂടുതലും വിശ്വസിക്കുന്നത് എന്റെ മുൻപിലിരിക്കുന്ന ഭാര്യയും ഭർത്താവിന്റെയും കഥയാണ്. അത് ഒരിക്കലും തെറ്റില്ല. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സെക്ഷൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോഴുള്ള ചില ലൈംഗിക പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടി വരും, കാരണം കണ്ടുപിടിക്കേണ്ടി വരും. ഈ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്ന ഉത്തരം കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോണ്ടാക്ടിങ് ശരിയാവും. ചിലപ്പം ടൈമിങ് കുറവായിരിക്കാം, പെട്ടെന്നായി പോകും. അപ്പൊ ചിലരില്ല നല്ല ടൈമിംഗ് ഉണ്ട്, പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയും. ബലം കുറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ആഴ്ചയിൽ ഒരു 4-5 പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും, കുഴപ്പമില്ല. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മാത്രമേ നിങ്ങളുടെ ബലം നന്നായിട്ടുണ്ടാവുള്ളൂ, പിന്നെ നിങ്ങളുടെ ബലം കുറയുന്നതായിരിക്കും. അതും ഈ പറഞ്ഞ ഒരു പ്രശ്നവും ഭർത്താവിന് മനസ്സിലാവില്ല. അത് ലോകത്തെ ഏകദേശം എല്ലാ ആണുങ്ങൾക്കുള്ള പ്രോബ്ലമാണ്, അവർക്ക് മനസ്സിലാവില്ല. ഭാര്യയ്ക്ക് ഇത് വളരെ ക്ലിയർ ആവും. ഭാര്യ പറയും ഇല്ല, പുള്ളിയുടെ ബലം കുറയുന്നുണ്ട്, ഓരോ പ്രാവശ്യം കോണ്ടാക്റ്റും ബലം കുറഞ്ഞു പോകുന്നുണ്ട്, ശരിയാവുന്നില്ല. അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നതിന്റെ അനുഭവം തന്നെ രണ്ടുപേർക്കും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ഇത് ഓരോരുത്തർക്ക് അവനവന്റെ തോന്നലാണ്, അത് അവരെന്നെ ആലോചിച്ച് നിൽക്കേണ്ടി വരും. പക്ഷെ ഈ ബീജങ്ങളുടെ ആരോഗ്യം നന്നായിട്ടുണ്ടെങ്കിൽ, നല്ലതാണെങ്കിൽ, കൗണ്ട് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ അനക്കവും ആരോഗ്യം ശരിയാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുന്ന അനുഭവവും കോണ്ടാക്ട് ടൈമിങ്ങും ബലവും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അത് ഭർത്താവിനെക്കാട്ടിലും കൂടുതൽ ഭാര്യയ്ക്കാണ് പറയാൻ പറ്റുക. അത് ശരിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് ശരിയാണ്. അപ്പൊ ഞാൻ ഇന്നലെ വരെ കണ്ട പേഷ്യൻസിൽ ചിലവർ 8-10 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ ഇതുവരെ അവർ ഒരു പ്രാവശ്യം കൂടി മര്യാദയ്ക്ക് കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യുന്ന അനുഭവം ശരിക്കും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് ബീജങ്ങളുടെ ആരോഗ്യ പ്രശ്നമുണ്ട്. സോറി. അപ്പൊ ഈ ആരോഗ്യ പ്രശ്നം നമുക്ക് മാറ്റാവുന്നേ. ഈ ആരോഗ്യ പ്രശ്നം നമുക്ക് ചെറിയൊരു മരുന്ന് കൊടുത്ത് തന്നെ ശരിയാക്കാവുന്നേ. അതിന്റെ കാരണം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ പ്രോബ്ലം മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അത് ചിലവർ ഇതിൽ പറയാറുണ്ട്, കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം തിരിച്ചു പുറത്തേക്ക് ഒഴുകി വരുന്നു. അത് തീർച്ചയായിട്ടും ഒരു നല്ല ലക്ഷണമല്ല.
അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ തലണ വെച്ച് കാല് പൊക്കി വെക്കുന്നു, കാല് അല്ലാതെ ചെരിഞ്ഞു കിടക്കുന്നു, ഞാൻ അതിനുള്ള പ്രത്യേകിച്ച് ഇപ്പോ പൊസിഷനിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ശുക്ലം പുറത്തേക്ക് വരാതെ നോക്കണു എന്നൊക്കെ പറയും. ഇതങ്ങനെ ഒരു കുടത്തിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെയല്ല. നിങ്ങളുടെ ബീജങ്ങള് യോനിയുടെ ഉള്ളിൽ വരെ എത്തണം എന്നില്ല. തൊടയിൽ വരെ വീണാൽ അവിടുന്ന് ബീജങ്ങൾക്ക് നീന്തി ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള കഴിവുണ്ട്. അത്രയും ആകർഷണ ശക്തിയുണ്ട് അണ്ടത്തിന്. അത്രയും ഉള്ളിലേക്ക് നീന്തി പോകാനുള്ള കരുത്തുണ്ട് ഓരോ ബീജത്തിനും. പക്ഷെ ആ ആരോഗ്യമില്ലാത്ത ബീജത്തിന് നിങ്ങൾ അണ്ടത്തിന്റെ തൊട്ടടുത്ത് കൊണ്ട് വെച്ചാലും അതിനുള്ളിലേക്ക് കുത്തി വെച്ചാലും നല്ലൊരു ഗുണങ്ങൾ ഉണ്ടാവില്ല. ശരിക്കും ബീജങ്ങൾ നല്ലതാണെങ്കിൽ അത് തന്നെ നല്ല ഫുൾ ഫോഴ്സിൽ നീന്തി മുകളിൽ വരെ ഗർഭത്തിന്റെ വായിന്ന് നേരെ മുകളിൽ വരെ എത്തിക്കോളും. പക്ഷെ നമ്മൾ കാണുന്ന ഈ കോണ്ടാക്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും, സെക്ഷൽ പ്രോബ്ലംസ് പറയുന്നത് ടൈമിംഗ്, ബലം, അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ആദ്യം ക്ലിയർ ചെയ്യണം. അതിനുള്ള കാരണം ഉണ്ടാവും. ആ പ്രോബ്ലം മാറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു വിഷമില്ലാതെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല പ്രഗ്നൻസി ഉണ്ടാവും. ഈ കാര്യങ്ങൾ പൊതുവെ ആരും ഡിസ്കസ് ചെയ്യില്ല. ഭാര്യ ഭർത്താവ് തമ്മിൽ തന്നെ വരെയൊക്കെ ഡിസ്കഷൻ ഉണ്ടാവില്ല. വേറെ വേറെ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അവർ കോണ്ടാക്റ്റിൽ തന്നെ കുറയ്ക്കുന്നതായിരിക്കാം. അപ്പൊ തീർച്ചയായും പുറത്തെ നിങ്ങളുടെ വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ ആരെടുത്തും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും പറ്റില്ല. ഇത് ആരെടുത്താ ചോദിക്കേണ്ടതെന്ന് അറിയൂല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലായിരിക്കും കൂടുതൽ വരും നിൽക്കുന്നത്. ഇതിന്റെ ഡിസ്കഷൻ നമുക്ക് നേരിട്ട് ചെയ്യായിരിക്കും കുറെ കൂടി നല്ലത്. ഫോണിൽ സംസാരിക്കുന്നതിനെക്കാട്ടിലും നേരിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. സംശയങ്ങളുള്ളത് നിങ്ങൾക്ക് ഇതിൽ കമന്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം. പക്ഷെ ഈ പ്രോബ്ലം മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമല്ല, നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, നിങ്ങളുടെ ഫാമിലി ലൈഫ് വരെ നന്നാവും. എത്രയോ വഴക്കുകളിനുള്ള കാരണം നിങ്ങളുടെ മേലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നില്ലാത്തതായിരിക്കാം. അതുവരെ നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇനി മുന്നോട്ടുള്ള ഡിസ്കഷൻസ് നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു.